Welcome to my YouTube channel, Doc and Mom. Stay tuned. ചെന്ന ദിവസം അടിപൊളിയായി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ കൊണ്ടുവന്ന ബീഫൊക്കെ ചൂടാക്കി പത്തിരിയൊക്കെ കഴിച്ച് ഇനി അങ്ങോട്ട് പോകും എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. ക്ഷീണം ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും നമ്മളെ ലേശം ബാധിക്കുന്നില്ല. കുറച്ചു നേരം ആക്കിപ്പിനായിട്ട് മക്കൾ താഴെ പോയി കളിക്കലും ആക്കലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തു. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, മെയിൻലി ബീഫ്, പത്തിരി, പിന്നെ കോഴിയട. അതാണ് മെയിൻ കേട്ടോ. നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് അടിപൊളി കോഴിയട നാട്ടിൽ കിട്ടും. ഉപ്പച്ചി കടയിൽ വാങ്ങി വെക്കുന്നതാണ്. സോ അത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കണം, ഇവർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വന്നിറങ്ങിയതും മഴ കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പുറത്ത് എവിടേക്കെങ്കിലും പോകാം എന്നുള്ള പ്ലാൻസൊക്കെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. ദുബായിൽ ചെറിയൊരു മഴ പെയ്താൽ തന്നെ മൊത്തം വെള്ളപ്പൊക്കമാവും, നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല. സോ പുറത്ത് എവിടേക്കെങ്കിലും പോകാം എന്നുള്ള പ്ലാൻസ് ഞങ്ങൾ കളഞ്ഞ് ഏതെങ്കിലും മോളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. സോ ഐക്കിയ ആൻഡ് ഫെസ്റ്റിവൽ സിറ്റി മോൾ അങ്ങനെ തീരുമാനിച്ച് നമ്മൾ ഐക്കിയയിലേക്ക് പോവുകയാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ ഐക്കിയയിൽ പോയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഉമ്മച്ചിനൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ കാണാനും, ഫേർണിച്ചർ ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിക്കോട്ടെ, കിച്ചൺത്തെ ഐറ്റംസ് ആയിക്കോട്ടെ. മെയിനായിട്ട് നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോഴും ഓക്കെ ഇത് അവിടെ കൊണ്ടുപോയി ഇത് ഇവിടെ കൊണ്ടുപോയി വെക്കാം, ഇത് ഇന്ന സ്ഥലത്ത് നല്ലതായിരിക്കും. അങ്ങനെ ഐക്കിയ ഇസ് ലൈക്ക് നല്ല രസമാണ് അവിടെ പോയി കാണാൻ. അപ്പം മക്കളോട് ഐക്കിയ ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെ മൂഡ് പോയിട്ടോ. ഈ ഫേർണിച്ചറും വീട്ടിലേക്കുള്ള സാധനങ്ങളും കാണാനാണ് ആദ്യം തന്നെ ഞങ്ങൾ ദുബായിൽ വന്നിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് അവൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സാഹചര്യം, വെള്ളപ്പൊക്കമാണ്, റോട്ടിൽ വെള്ളമാണ്, നമ്മൾക്ക് വിചാരിച്ച സ്ഥലത്തേക്കൊന്നും നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. സോ ഇങ്ങോട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. മക്കൾക്ക് വലിയൊരു താല്പര്യക്കുറവാണ് കേട്ടോ. ഉമ്മച്ചിനെ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞത്. ഉമ്മച്ചിക്കൊക്കെ ഇതൊക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ കൂടി ഏറ്റി വലിച്ച് ഇങ്ങനെ കൊണ്ടുവരും, ബഡ്ജറ്റ് പ്രശ്നം വേറെ. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ നടന്ന് വാങ്ങാൻ പറ്റാതെ എന്നാലെല്ലാം ഇഷ്ടപ്പെട്ട് അതിങ്ങനെ കാണാൻ നല്ല രസമല്ലേ. സോ ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് ഇത് ഇഷ്ടപ്പെടും, എന്തായാലും നമുക്ക് എന്തായാലും പോയിട്ട് കാണാം. ഇവിടെ എവിടെ പോകുമ്പോഴും ബേബി സ്ട്രോളർ മസ്റ്റാണ് എന്നുള്ളത് അന്നത്തോടുകൂടി ഏകദേശം എനിക്ക് പിടികിട്ടിട്ടോ. കാരണം ഈ മോർണിംഗ് കൊണ്ടെടുത്ത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണുക എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഒരു സ്ട്രോളർ വാങ്ങിയാൽ അത് എനിക്ക് ഉപകാരത്തിൽപ്പെടില്ല. നമ്മുടെ നാട്ടിൽ ഈ സ്ട്രോളർ ഉന്തിയിട്ട് എവിടെ നടക്കാനാണ്. സോ ലുമാൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 പേരെ കയ്യിലുണ്ട്. അതെങ്ങനെ എത്തിക്കും എന്നുള്ളൊരു ഡൗട്ടൊക്കെയാണ്. കാരണം നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഒരു സ്ട്രോളർ ഒപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ നടന്ന് കാണുന്നതിൻ്റെ മൂടൊക്കെ മൊത്തം പോകും. കാരണം ആക്കിപ്പോൾ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ വാശിയായിരിക്കും. അവന് സ്ട്രോളറിൽ ഇരിക്കാൻ ഇഷ്ടമാണെന്നുള്ളത് എയർപോർട്ടിലത്തെ സ്ട്രോളറിൽ നമ്മൾ കുറച്ച് അവനെ കൊണ്ട് നടന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഇനി സ്ട്രോളർ കിട്ടേ വേണ്ടുള്ളൂ. മാലിക്ക് ഇപ്പോഴും സ്ട്രോളറിലാണ് കേട്ടോ നടക്കുക. ഞാൻ മാലിക്കിനോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സോപ്പിടും എൻ്റെ കൈയടിമ്പോൾ, മാലിക്ക് കുറച്ച് നേരം ആക്കി പോകുന്ന ഇരുത്തുമോ. അപ്പം മാലിക്കിന് കാല് കടയുള്ളൂ. സോ മാലിക്കിൻ്റെ സ്ട്രോളർ കിട്ടൽ നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. സോ വേറെ സ്ട്രോളർ വാങ്ങൽ തന്നെയാണ് രക്ഷയുള്ളൂ. കാരണം ഇനിയിപ്പോൾ അഥവാ മാലിക്കിനെ സോപ്പിട്ടിട്ട് നമ്മൾ സ്ട്രോളർ വാങ്ങിയാലും ലൂമ മാലിക്കിനടുത്ത് നടക്കേണ്ടി വരും, അതും പോസിബിൾ അല്ല. സോ നമ്മൾ ഐക്യേൻ്റെ ഉള്ളിലെത്തിയപ്പോൾ എനിക്ക് ഏറ്റവും സമാധാനമായിട്ട് തോന്നിയത് എന്താണെന്നറിയാം, അവിടെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഒരു ജിഞ്ചർ ബ്രെഡ് മേക്കിംഗ് എന്തോ ഒരു സംഭവം കുട്ടികൾക്കുള്ളൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഫ്രീ രജിസ്ട്രേഷൻ, ഫ്രീ എൻട്രി ഒക്കെയാണ്. അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഉള്ളിലേക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറ്റി വിട്ടു. അത് ഉണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം പരിപാടിയാണ്. കാരണം ഇവർക്ക് ഈ നടന്ന് കാണൽ, ഇങ്ങനെ ഫേർണിച്ചറും ഹൗസ് ഹോൾഡ് സാധനങ്ങളൊന്നും കാണുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. കയറി വന്നപ്പോൾ തന്നെ ഈ സംഭവം കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല. അവർ 2 പേരെയും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിളിക്കാം, അപ്പോൾ നിങ്ങൾ വന്ന് പിക്ക് ചെയ്താൽ മതിയെന്ന്. പിന്നെ നടക്കാൻ നമുക്കൊരു ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം മക്കൾ അതിൻ്റെ ഉള്ളിൽ അവർ എൻജോയ് ചെയ്യുകയാണ്. ജിഞ്ചർ ബ്രെഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ അങ്ങനെ എന്തോ. മാലിക്ക് ഇരുന്നില്ല, മാലിക്കിന് അതിനുള്ള ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ആ മാലിക്കിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അവൻ നമ്മുടെ കൂടെ പോകുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലുമ 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് 1 hour ഒന്നും എടുത്തില്ല, ഒരു ½ an hour ആയപ്പോഴേക്കും അവർ വിളിച്ചു, സംഭവം കഴിഞ്ഞു, മക്കളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയതാണത്, ഡെക്കറേറ്റ് ചെയ്തതാണ്. 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ചുമ്മാ നമുക്കിങ്ങനെ ഐക്യേൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സംഭവങ്ങൾ കണ്ട് നടന്നാലോ. ഇതൊക്കെ എനിക്കിങ്ങനെ കാണുമ്പോൾ വീട്ടിലെ ബാത്റൂം സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിലെ ലൈറ്റിങ്സ് ഇതൊക്കെയായിരുന്നു മൈൻഡിൽ വന്നിരുന്നത്.
അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു വീട് പണിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ സംഭവങ്ങളും ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും പ്ലംബിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒരു വരവ് കൂടി വരണം ഐക്യയിലേക്ക് എന്നിട്ടോ. കാരണം ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് കാര്യമല്ല, കാരണം നമ്മളുള്ള വീട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കൂടി എവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ, നഴ്സിംഗ് റൂമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് വരെ ഭയങ്കര ഒരു പൂക്കി നല്ല രസമുണ്ടായിരുന്നു. സോ ഞാനൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ ഇവിടുത്തെ ഫീഡിങ് റൂം. വെരി ലവ്ലി. അതിൽ നമുക്ക് കോയിൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡയപ്പർ കിട്ടും, വെറ്റ് വൈപ്സ് കിട്ടും. അതേപോലെ വേറെ എന്തോ ഷോപ്പിംഗ് ലുമാക്കൊരു ചെറിയ ടീപ്പോയി വാങ്ങി. ഞങ്ങൾ എന്തൊക്കെയോ ചെറിയ ഐറ്റംസ്, കയ്യിൽ ഒതുങ്ങാവുന്ന 2-3 ഐറ്റംസ് കൈക്കിന്ന് പർച്ചേസ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ 2-3 കൗണ്ടേഴ്സ്, ഫുഡിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്ക് കുറച്ച് ക്യാൻഡീസ്, ഈ ക്യാൻഡീസ് ഇല്ലേ ഞാൻ വലിയ ആവേശത്തിൽ ചെന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പൈസ ഈ ദുബായിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത, നമ്മൾ എന്തും വാങ്ങുമ്പോൾ വീൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പൈസ. എന്നിട്ട് ആലോചിച്ചിട്ടേ നമ്മൾ അവിടെ നിന്ന് എന്തും വാങ്ങും. അത് പോയി നമ്മൾ ദുബായിലെത്തി ഒരാഴ്ചയോളം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് വാങ്ങുമ്പോഴും ഐ യൂസ് ടു കൺവേർട്ട്. ഓക്കെ, 2 ദിർഹംസ് എന്ന് പറഞ്ഞാൽ 20, 25, 50 റുപ്പീസ്. ഓ, ഇത് നാട്ടിൽ ഇത്രയും ചീപ്പിന് കിട്ടും, ഇത് ഇവിടുന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഒരാഴ്ചയോളം മക്കൾക്ക് പല സാധനങ്ങളും വാങ്ങാതിരുന്നു കേട്ടോ. കാരണം ഞാൻ പറയടാ, ഇത് നാട്ടിൽ ഇത്രയും വിലയ്ക്ക് കിട്ടും, ഇവിടുന്ന് എന്തിനാ വെറുതെ വാങ്ങിക്കൊണ്ടുപോകണത്. പിന്നെ കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, പിന്നെ അത് ആ ഒരു സമ്പ്രദായം ഞാൻ വിട്ടു കേട്ടോ. അങ്ങനെ ഐക്യയിൽ കടന്നു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത്, രണ്ടും കണക്റ്റഡ് ആണ് കേട്ടോ, ഫെസ്റ്റിവൽ സിറ്റി മോൾ. ഫുൾ ഒരു ക്രിസ്മസ് മയാണ് കേട്ടോ. കാരണം ക്രിസ്മസ് ഞങ്ങൾ എത്തുന്നത് 18-ാം തീയതി അല്ലേ, ഇത് 19-ാം തീയതി എടുത്ത വീഡിയോസാണ്. ക്രിസ്മസ് ഇസ് നിയറിങ്, അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്സിലും ഫുൾ ക്രിസ്മസ് റിലേറ്റഡ് ഐറ്റംസ് ആണ്. അതേപോലെ നടന്ന് ഇവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ, ഇതൊരു നെയിലിൻ്റെ എന്തോ സംഭവം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നെയിൽ സോഫ്റ്റൻ ചെയ്യുന്നതും നെയിലിനെ നറിഷ് ചെയ്യുന്നതും ക്യൂട്ടിക്കൽസ് സോഫ്റ്റ് ആക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിപ്പിനോസ് നിന്നിട്ട് നമ്മളെങ്ങനെ വിളിക്കും, മാഡാം കം മാഡാം പ്ലീസ് മാഡാം ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. സോ അങ്ങനത്തെ ഒരൊറ്റ സംഭവങ്ങളും ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. ആരൊക്കെ ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾ അവിടെ പോയി നിന്ന് സാമ്പിൾ പരിശോധിക്കലും സാമ്പിൾ ടേസ്റ്റ് ചെയ്യലൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എൻ്റെയും ഉമ്മച്ചിയുടെയും. ഓക്കെ, സോ അവരെന്തോ മോയ്സ്ചറൈസർ വെച്ചിട്ട് എന്തോ നമ്മുടെ നെയിൽസ് ചെയ്ത് തരുന്നതൊക്കെയായിരുന്നു. ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ഉമ്മച്ചി ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞു, ഉമ്മച്ചി കമ്മോൺ വാ. അപ്പം ഉമ്മച്ചി ചോദിച്ചു, എടി ഇത് നമ്മൾ ചെയ്താൽ നമ്മൾ വാങ്ങേണ്ടി വരില്ലേ? ഞാൻ പിന്നെ വാങ്ങുമെന്ന് അവർക്കൊരിത് കൊടുക്കുക. നമ്മളിങ്ങനെ കണ്ട് അവർ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് തരും, അവസാനം നൈസായിട്ട് ഓരിപ്പോരും, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സെറ്റ്. പിന്നെ ഉമ്മച്ചി എല്ലായിടത്തും നേർക്കി. ഇതേപോലെ തന്നെ പല ചുള്ളൻ ചെക്കന്മാരും നമ്മളെ വിളിച്ച് പെർഫ്യൂംസ് ട്രൈ ചെയ്യാൻ വിളിക്കും കേട്ടോ. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, മാഡം ട്രൈ ദിസ് എന്ന്. അപ്പോൾ ഈ ചുള്ളൻ പയ്യന്മാർ നമ്മളിങ്ങനെ പിന്നിൽ നിന്ന് വിളിക്കുമ്പോൾ മൈൻഡ് ആക്കാതെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ അങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു പോവാണ്. പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവും നമ്മുടെ ഉമ്മച്ചി നമ്മുടെ മാനം കെടുത്താൻ വേണ്ടി അവിടെ നിന്നിട്ട് അവർ കൊടുക്കുന്ന എല്ലാ പെർഫ്യൂമും ട്രൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ സംഭവം രസമായിരുന്നു. നമ്മൾ ഒരു സാമ്പിൾസും അങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. എല്ലാ സാമ്പിൾസും ട്രൈ ചെയ്ത്, കാരണം സാമ്പിൾസ് ട്രൈ ചെയ്യല്ലാതെ ഇതൊന്നും വാങ്ങാൻ നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ വൈ നോട്ട്, എല്ലാ പെർഫ്യൂംസും എല്ലാ മോയ്സ്ചറൈസേഴ്സും എല്ലാം നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ ലുമ പറഞ്ഞത്, എടി അങ്ങനെ എല്ലാവരും വിളിച്ച് അവർ സാമ്പിൾസ് ട്രൈ ചെയ്യുന്നില്ല, കാണാൻ കുറച്ച് ലുക്കും കുറച്ച് റിച്ച് ആണെന്ന് തോന്നുന്നവരൊക്കെ അവർ വിളിക്കുകയുള്ളൂ എന്ന്. എന്നെ എന്ത് കണ്ടിട്ടാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ഉമ്മച്ചി എല്ലായിടത്തും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കയറിയിട്ട്. അങ്ങനെ നടന്ന് ക്രിസ്മസ് കാഴ്ചകൾ, ഇങ്ങനത്തെ ഷോപ്സിലൊക്കെ കയറി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം എല്ലായിടത്തും നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ആ ഫോട്ടോസൊക്കെ അടിപൊളിയാവുന്നുണ്ട്. അത്രക്കും ബ്യൂട്ടിഫുള്ളിയാണ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും. എല്ലായിടത്തും നോക്കുമ്പോഴും നമുക്ക് ഒരു ക്രിസ്മസ് മയാണ്. അപ്പോൾ എല്ലായിടത്തും നിരത്തി ഞങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണ്. ഇങ്ങനെ കുറേ നടന്നിട്ട് തന്നെ നമ്മൾ ഏകദേശം ടയേർഡായിട്ടുണ്ട്. കാരണം ആക്കിബിനെ എടുത്തുകൊണ്ട് നടക്കൽ ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഒരു സ്ട്രോളർ ഇന്ന് തന്നെ പോയി വാങ്ങിക്കൊണ്ടിരുന്ന് തീരുമാനിച്ചു കേട്ടോ. കാരണം കുറേ ഞാനെടുക്കും, കുറേ ഉമ്മച്ചി എടുക്കും, കുറേ ലൂമ എടുക്കും, എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ബാക്ക് പെയിൻ എടുക്കുകയാണ്. 2 പേരും ഞാനൊരു സ്ട്രോളറിൽ എത്തിയതാണ്. മാലിക്കിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. മാലിക്ക് ചെറിയ ഉന്തും ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആക്കിബ് കരഞ്ഞു. അപ്പോൾ നൈസായിട്ട് ആക്കിബിനെ ഞാനെടുത്ത് വീണ്ടും നടന്നു. ഇതേ കാണുന്നത് ചീസ് കേക്ക് ഫാക്ടറി. ഇത് കണ്ടപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞിട്ട്, മുച്ചി ചീസ് കേക്ക്. ഞാൻ പറഞ്ഞു, ഈ ചീസ് കേക്ക് ഇങ്ങനെ പേര് കാണാനേ കൊള്ളുള്ളൂ. അവിടെയൊക്കെ കയറി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റിൻ്റെ കാശ് ചിലപ്പോൾ അവിടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഈ ക്ലാസി വൈ എന്ന് പറയുന്നത് ലുമയും ലുക്കും വർക്ക് ചെയ്യുന്ന
പർദ്ദ കമ്പനിയാണ് കേട്ടോ. അവരൊരു ഔട്ട്ലെറ്റ് ഈ ഫെസ്റ്റിവൽ സിറ്റി മോളിലുണ്ട്. അത് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നതാണ്. ആക്കിബു ഇത് തളർന്ന് നിലത്തിരിക്കുന്നത് കണ്ടോ. ആക്കിബുന് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ മതി എന്നായി. ഇങ്ങനെ കുറച്ച് നേരം ആക്കിബുനെ ഇരുത്തിയോ. മാലിക്കിൻ്റെ സ്നേഹപ്രകടനങ്ങളാണ് ആ കാണുന്നത്. വരുന്നു, ചാടുന്നു, വീഴുന്നു. ആക്കിബിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആക്കിബിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ആക്കിബിനെ തീരെ ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. വലിയ ഇഷ്ടമല്ല. പക്ഷെ ഇത് നോക്ക്, അവിടുന്ന് ഒരു പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഷീ വാസ് ലൈക്ക് കമ്മിങ് ആൻഡ് ഹഗ്ഗിങ് ഹിം. അത് അവനക്ക് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് തോന്നി മാലിക്കിനെയാണ് അവനക്ക് പിടിക്കാത്തത്. ഈ പെൺകുട്ടി വന്ന് കൊഞ്ചിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവൻ ചിരിച്ച് കളിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെയാ മോൻ? എൻ്റെയും ഷാനുഖാൻ്റെ അല്ലേ? ആ അങ്ങനെ നമ്മളതേ വീണ്ടും നടക്കുകയാണ്. ഇതിൻ്റെ പുറത്ത്, അതായത് ഫെസ്റ്റിവൽ സിറ്റി മോളിൻ്റെ പുറത്ത് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് നടന്ന് ഏതിലൂടെ പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ആക്കിബ് ഇസ് ലൈക്ക് വെരി മൂഡൊക്കെ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് ആക്കിബിൻ്റെത്. അപ്പം നമ്മളെന്തായാലും പുറത്തിറങ്ങി അവിടുന്ന് എവിടെന്നെങ്കിലും ഒന്ന് ഇരുത്തി ഫുഡ് കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ്. സോ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. കുറേ നടന്ന് നമുക്ക് കുറേ വഴിയൊക്കെ തെറ്റി അവസാനം നമ്മളിതേ പുറത്തേക്ക് എത്തിയപ്പോൾ അടിപൊളി എന്തൊക്കെയോ ക്രിസ്മസ് റിലേറ്റഡ്, കാരണം ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതിന് റിലേറ്റഡ് ആയിട്ട് കുട്ടികളുടെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ പുറത്ത് എവിടെയോ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ അങ്ങനെ എന്തോ ഉണ്ടെന്നുള്ളതും കേട്ടു. അതും കാണണം. ഒരു ക്രിസ്മസ് മയമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ക്രിസ്മസ് ഇത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ഇപ്പോഴാണ്. ലൂമ എപ്പോഴും പറയായിരുന്നു, നിങ്ങളെ ഞാൻ കൊണ്ടുവരുമ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണ് കൊണ്ടുവരിക. കാരണം ആ ടൈം ഇവിടെ നിങ്ങൾ അറിയണം. ലൈക്ക് ഇറ്റ്സ് എന്താ പറയുക, ഒരു വേറെ വൈബ് തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ കുട്ടികളുടെ പരിപാടികൾ, സ്റ്റേജ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഒരു സ്ട്രോളറിൽ 2 പേരും ഇരിക്കുന്നത് കണ്ടില്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ പക്ഷെ ആക്കിബിന് തീരെ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിൻ്റർ ജാക്കറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ആക്കിബ് അത് ഒട്ടും ഇഷ്ടമല്ല ആക്കിബിനിടാൻ. ഇതാണ് ആ പറഞ്ഞ ഫൗണ്ടൻ, മ്യൂസിക്കൽ ഫൗണ്ടൻ. കുറച്ച് നേരം ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. ആക്കിബിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആക്കിബ് ഇതൊക്കെ ഒന്ന് കണ്ട് രസിച്ചോട്ടെ എന്ന് എഴുതി കുറേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആക്കിബിൻ്റെ മൂഡൊക്കെ ഫുൾ മാറി തുടങ്ങിയിരിക്കുകയാണ്. എനിക്കും ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വാശി പിടിക്കൽ തുടങ്ങിയാൽ ലൈക്ക് നമുക്കും നമ്മുടെ മൂഡ് മൊത്തം പോവും. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഇത് കണ്ട് ആസ്വദിച്ചു. അവിടെ എഴുതി വെച്ചത് കണ്ടു. ഇനിയൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്തത് തുടങ്ങുന്നു. ഇത് കുറേ നേരം കൂടി നിന്ന് കാണാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആക്കിബ് വാസ് റിയലി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ലുമാൻ്റെ കയ്യിൽ കൊടുത്തു. ലുമ ആട്ടി അവനെ ഉറക്കിയെന്ന് വേണം പറയാൻ. എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവനക്ക് ആട്ടിയിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവന് പാല് കുടിച്ചിട്ട് ഉറങ്ങണം. ലുമായുടെ കയ്യിലാകുമ്പോൾ പിന്നെ അത് നടക്കില്ല എന്ന് അറിയുന്നതുകൊണ്ടാണെന്ന് എന്തോന്നറിയില്ല, ലുമാക്ക് അങ്ങനെ ആട്ടി കുട്ടികളെ ഉറക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് അവൾ തന്നെ പറയുന്നു. അങ്ങനെ മോനെ ഉറങ്ങി. സോ മോനെ കുറച്ച് നേരം സ്ട്രോളറിൽ കിടത്തി. മാലിക്ക് കുറച്ച് നേരം ഓടിക്കളിക്കാൻ തുടങ്ങി. ഇത് കുറേ പ്ലേ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ഓടിക്കളിച്ചു. നല്ല തണുപ്പാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഉമ്മച്ചിക്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് ലുലുവിൽ എന്തായാലും ഒന്ന് കയറണം, ലുലു ഒന്ന് കണ്ടിട്ട് പോരാമെന്ന് പറഞ്ഞു. നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിയതിന് ശേഷം, ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് കരയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ജാക്കറ്റ് അങ്ങ് ഇട്ട് കൊടുത്തു. കാരണം ഇറ്റ്സ് വെരി കോൾഡ് എന്ന് വെച്ചാൽ അത്രക്കും കോൾഡ്. അപ്പോൾ ജാക്കറ്റ് എങ്ങനെയൊക്കെയോ ഇട്ട് കൊടുത്തിട്ടാണ് മൂപ്പര ഉറക്കിയത്. നമ്മളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റി മോളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഷവർമ്മയുണ്ടോ കഴിക്കാൻ വന്നത്. എനിക്ക് ഇവിടുത്തെ ഷവർമ്മ കഴിക്കണം ആദ്യം തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഇവിടുത്തെ ഷവർമ്മ തീരെ പറ്റിയില്ല കേട്ടോ. ഭയങ്കര പുളി. ലുമാക്കും ലുക്കുനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് പോലും. പക്ഷെ എനിക്ക് പുളി കൊണ്ട് അത് വായ വെക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. എനിക്കും എൻ്റെ മക്കൾക്കും ഇഷ്ടപ്പെട്ടില്ല. സോ അവൻ പറഞ്ഞു അപ്പോൾ വേറൊരു സ്പോട്ടുണ്ട്, അവിടെ നിന്ന് നെക്സ്റ്റ് ടൈം വാങ്ങിത്തരാമെന്ന്. സോ ഇന്നത്തെ കറക്കം ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ക്ഷീണിതരായിരുന്നു എല്ലാവരും, കിടന്നുറങ്ങി. ഇനി നാളത്തെ വിശേഷങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോസിൽ കാണാം. സോ സീ യു, ബൈ ബൈ.